താർക്കും അല്ലേ ഡോക്ടറെ? പൂരങ്ങളുടെ പൂരല്ലേ, വിജയേട്ടന്റെ കൂടെ ആഘോഷിക്കാം. എല്ലാവർക്കും വരാം, എല്ലാവർക്കും വരാം. എല്ലാവരും വരുന്ന കുറച്ച് ആൾക്കാരൊന്നും. ഞാനൊരു ഇതെല്ലായിടത്തും ആദ്യം മറ്റേ നമ്മുടെ മടത്തിൽ വരവ് അവിടെ നിന്ന് വരും. എലിജാർത്ത മേളയാണ് മെയിനായിട്ട്. എല്ലാ കൊല്ലവും എലിജാർത്ത മേളത്തിന് നിൽക്കുന്നതാണ്. അതാണ് ഒരു മെയിൻ വൈബ്. അവിടെ എല്ലാം വൈബ് തന്നെ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി എന്ന് ജാതി വൈബാണ്. ഞങ്ങൾ ഒക്കെ ഒരു ഷട്ടിൽ കളിക്കുന്നവരോ ഡോക്ടർമാരാണ്. അപ്പോൾ കളി കഴിഞ്ഞ് വന്നാൽ ഞങ്ങളിപ്പോൾ പന്ത് കളി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും. സുരേഷിൻ്റെ ചായ കടയാണ് അറിഞ്ഞൂടെ? സുരേഷ് ചായന്ന് ചായ കുടിച്ച് കുറേ ബോംബൊക്കെ വിട്ട് ഇങ്ങനെ ഇരിക്കും, തള്ളി കണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. സുരേഷിൻ്റെ അവിടുത്തെ നല്ല ഫുഡാണ്. അത് കഴിച്ചിട്ട് ഞങ്ങൾ പോണവർ പോകാൻ. ഇപ്പോൾ അവർക്ക് ഡോക്ടർമാർക്കായാലും സ്വകാര്യ വീട്ടിൽ പോയി കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടല്ലോ, അങ്ങനെ പോകും. പക്ഷേ ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞാൽ വേറെ വൈബാണ്. നമ്മളതിന് പേര് കുറുക്കമ്മൂല എന്നാണ്. ഇവിടെ വന്നിട്ടുള്ള ആരും അങ്ങോട്ട് പോകാറില്ല. അത്ര ഫ്രീ ആയിട്ട് വർത്താനം പറഞ്ഞൊരു സ്ഥലമാണ്. അതിൽ ഡോക്ടറുണ്ടോ, ഫുട്ബോൾ പ്ലെയർ ഉണ്ടോ, വിജനാണോ എന്നൊന്നുമില്ല. അത്രയും കമ്പനിയാണ്. ഞാൻ കുറേ കാലമായി ഇവിടെ, പക്ഷേ ഇങ്ങനൊരു ഇത്ര കൂട്ടായ്മ, ഇത്ര ഒരു ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഒരു പ്രശ്നമില്ല. ആരെന്തൊക്കെ കളിയാക്കാലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാന്നുള്ളതാണ്. ഞങ്ങൾ 2 മണിക്കൂർ കൂടെ നിന്നിട്ട് അത് ഭയങ്കര രസമാണ്. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിട്ടയർഡായി വലിയൊരു ഡബിൾ മധുരമാണ്. കാരണം റിട്ടയറിൻ്റെ തലേദിവസം ഒരു പ്രൊമോഷൻ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒക്കെ വൈകിട്ടാണ് പറഞ്ഞത്, പക്ഷെ വൈകിട്ട് വന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. വൈകിട്ടായാലും കിട്ടുന്നുണ്ടല്ലോ. ഇത് വൈകിട്ടായിട്ട് കിട്ടാത്തൊരു ഇഷ്ടം വരെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് സന്തോഷിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ഒരു നല്ലൊരു അക്കാഡമി, അപ്പോൾ രാജേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് മിനിസ്റ്ററായിട്ട്. പിന്നെ കളക്ടറൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. തീർച്ചയായിട്ടും കിട്ടി കഴിഞ്ഞാൽ, ഒരു സ്ഥലം കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി, റെസിഡൻസി അക്കാഡമി എന്തായാലും ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ക്യാമ്പല്ല, അവിടെ പഠിപ്പിക്കാനും അവിടെ നിർത്തി പിള്ളേരിനെ നിർത്തി. അതിപ്പോൾ ഞാൻ സെലക്ഷൻ ചെയ്യാൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നിന്നൊട്ടാകുള്ള പിള്ളേരെ നോക്കിയിട്ട് അങ്ങനെ ഒരു റെസിഡൻസി അക്കാഡമിയാണ് നോക്കണം. അല്ലാണ്ട് കേരളത്തിൽ മാത്രമാകുമ്പോൾ അതിനൊരു റെസിഡൻസി അക്കാഡമി എന്ന് പറയുന്നത് പഠിപ്പും താമസ സൗകര്യം എല്ലാം നോക്കിയിട്ട്. അപ്പോൾ അതിന് ഭയങ്കര എക്സ്പെൻസീവാണ്. അത് നോക്കണം എന്തായാലും. ഇൻഷാ അല്ലാഹ്. ഗോഡ് ഈസ് ഗ്രേറ്റ്. താങ്ക് യു.